ഹോൾ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള 25 ചോദ്യങ്ങളുടെ പുതിയ പാറ്റേണിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ പരാമർശിക്കുന്ന സ്ഥലങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ഗേദ, ഗുജറാത്ത്. ഗേദ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗേദ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ചമ്പാരൻ, ബീഹാർ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ചൗരി ചൗര ഉത്തർപ്രദേശ്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ചൗരി ചൗര സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തർപ്രദേശാണ്. ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത്. 4 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശം ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയത് കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വച്ചാണ്? 1942 ബോംബെ സമ്മേളനം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശം ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയത് 1942 ബോംബെ സമ്മേളനത്തിൽ വച്ചാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരായിരുന്നു? സൂര്യസേൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു സൂര്യസേൻ. തേബാഗ സമരം നടന്ന സ്ഥലം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ബംഗാൾ. തേബാഗ സമരം നടന്ന സ്ഥലമാണ് ബംഗാൾ. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന്. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയാണ്. ചുവടെ പറയുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പരിഷ്കർത്താക്കൾ എന്നിവ ശരിയായി ചേരുംപടി ചേർക്കുക. സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത്? EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലു. ആരാണ്? വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. സത്യശോധക് സമാജം ആരംഭിച്ചത് ജ്യോതി ബാഫുലെയാണ്. ജ്യോതി ബാഫുലെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സത്യശോധക് സമാജം. ആര്യ സമാജം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യ സമാജം. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് നോക്കാം. സ്വാഭിമാന പ്രസ്ഥാനം ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത ചോദ്യം, ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങൾ, അവയ്ക്ക് നേതൃത്വം നൽകിയവർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പേപ്പറായിരുന്നു? ദാദാഭായ് നവറോജിയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്, ഇത് ആരുടെ പേപ്പറാണ്? ആനി ബസന്റെ പത്രമാണ് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെ പത്രമാണ്. ആരുടേതാണ് വന്ദേ മാതരം? ലാലാ ലജ്പത് റായ്. അൽ ഹിലാൽ ആരംഭിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പത്രമാണ് അൽ ഹിലാൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നോക്കാം. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റിന്റെ പത്രമാണ് വന്ദേ മാതരം, ലാലാ ലജ്പത് റായ്, അൽ ഹിലാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല 1916 മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചത് ആരാണ്? പിക്ചർ തന്നിട്ടുണ്ട്.
ആരാണ് സ്ഥാപിച്ചത്? DK കാർവെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല 1916 മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചത് DK കാർവെയാണ്. DK കാർവെയുടെ പിക്ചറാണ് തന്നിട്ടിരിക്കുന്നത്. ഇതാണ് വനിതാ സർവകലാശാല. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വർഷം 1916 വനിതാ സർവകലാശാല എവിടെയാണ് ആരംഭിച്ചത്? മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല 1916 മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചത് DK കാർവെയാണ്. മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ച വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ച വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചതാരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ആരാണ് സ്ഥാപിച്ചത്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. പിക്ചറാണ് തന്നിരിക്കുന്നത്. അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. ചുവടെ പറയുന്ന കൃതികൾ, എഴുത്തുകാർ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ഗോര. ഗോര എഴുതിയതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് ഗോര. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഗോദാൻ പ്രേംചന്ദ്. പ്രേംചന്ദിന്റെ കൃതിയാണ് ഗോദാൻ. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. നിബന്ധമാല വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ. വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കറുടെ കൃതിയാണ് നിബന്ധമാല. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയുടെ ഒരു കൃതിയാണ് പാഞ്ചാലി ശബദം. 4 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലായിരുന്നു. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് എവിടെയെല്ലാമാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചിരുന്നത്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഗ്രാമത്തലവനാണ് മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലായിരുന്നു മഹൽവാരി വ്യവസ്ഥ നിലനിന്നിരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. മഹൽവാരി വ്യവസ്ഥ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പൊ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ എന്തായിരുന്നു? റയട്ട്വാരി വ്യവസ്ഥയായിരുന്നു ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നത്. മാറിപ്പോയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന വ്യവസ്ഥ റയട്ട്വാരി വ്യവസ്ഥയാണ്. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ഒന്ന് നമുക്ക് നോക്കാം ഈ റയട്ട്വാരി എന്താണ്, അല്ലെങ്കിൽ മഹൽവാരി വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിലനിന്ന ഭൂനികുതി സമ്പ്രദായങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട്വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ഈ ശാശ്വത അതായത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അതായത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന വ്യവസ്ഥയാണ് റയട്ട്വാരി വ്യവസ്ഥ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വ്യവസ്ഥ എന്താണ്? മഹൽവാരി വ്യവസ്ഥ. അപ്പൊ മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ഗ്രാമത്തലവന്മാരാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ എങ്ങനെയാണ്? കർഷകര് വിളവിന്റെ 60% നികുതിയായിട്ട് നൽകേണ്ടിരുന്നത്. അവർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരാണ്. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ് സെമീന്ദാരി സമ്പ്രദായം എന്നും അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച വില്യം ലോഗൻ കമ്മീഷന്റെ പഠന വിഷയം എന്തായിരുന്നു? മലബാർ കലാപം. ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച വില്യം ലോഗൻ കമ്മീഷന്റെ പഠന വിഷയമാണ് മലബാർ കലാപം. അതായത് മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
കുറിച്യ കലാപം നടന്നത് 1812-ലാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 1812-ലാണ് കുറിച്യ കലാപം നടന്നത്. കുറിച്യ നേതാവായ രാമൻ നമ്പിയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമൻ നമ്പി. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കുറിച്യ കലാപത്തിന് കാരണമായത്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. കുറിച്യ കലാപത്തിന്റെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കുറിച്യ കലാപത്തിന് കാരണം. അപ്പൊ 3 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, 1905-ൽ കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുക. 1905-ൽ കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയതിന്റെ ലക്ഷ്യമായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുക എന്നത്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റിയർ ഷിറോൾ ആണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റിയൻ ഷിറോൾ ആണ്. ബംഗാൾ വിഭജനം പിൻവലിക്കൽ കാരണമായത് സ്വദേശി പ്രസ്ഥാനമാണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ബംഗാൾ വിഭജനം പിൻവലിക്കാനുള്ള കാരണം എന്താണ്? സ്വദേശി പ്രസ്ഥാനമാണ്. 1911-ൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഹർഡിഞ്ച് പ്രഭു 2 എന്ന വൈസ്രോയാണ്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏതാണ്? 1911. 1911-ൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയാണ് ഹർഡിഞ്ച് പ്രഭു 2. 3 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് സി ആണ്. 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ടത് ചുവടെ പറയുന്നവയിൽ ഏതാണ്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം എങ്ങനെയാണ് രൂപം കൊണ്ടത്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് വിവരാവകാശ നിയമം രൂപം കൊണ്ടത്. ചുവടെ പറയുന്ന വിവരങ്ങളിൽ ഏതെല്ലാമാണ് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുന്ന വിവരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്? ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുന്ന വിവരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്. പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങളും വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുന്ന വിവരങ്ങളാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുന്നതല്ല. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ. നാലാമത്തെ പ്രസ്താവനയും തെറ്റാണ്. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുന്നതല്ല. അപ്പൊ ആൻസർ വരുന്നത് 1ഉം 2ഉമാണ് പ്രസ്താവനകൾ ശരിയായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളും രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങളും വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുന്നവയല്ല. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളിയായ വിഭജനകാല സംഭവങ്ങളെ പ്രമേയമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചത് ആരാണ്? പിക്ചർ വന്നിട്ടുണ്ട്. പമേല റൂക്സ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചത് ആരാണ്? പമേല റൂക്സ് ആണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചത്. ചുവടെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. എന്താണ് ലോക്പാൽ? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ലോകായുക്ത എന്താണ്? സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത.
കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമായ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964-ലാണ്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1964-ലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. എന്താണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ? കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിനു വേണ്ടി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 3 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് VP മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നമായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നമായി എന്തായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനമായി കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സാമ്പത്തിക ആസൂത്രണം, എക്കണോമിക് പ്ലാനിംഗ് എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് ഏതു രാജ്യത്തു നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. സാമ്പത്തിക ആസൂത്രണം, എക്കണോമിക് പ്ലാനിംഗ് എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന വിശേഷണമുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 11ാമത്തെ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന വിശേഷണമുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു.